നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വെൽഫെയർ പാർട്ടി സ്വീകരിച്ച നിലപാടിനുള്ള അംഗീകാരമാണെന്ന് സംഘടനാ ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. CPM തകർത്ത കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായിരിക്കണം UDF സർക്കാർ മുഖ്യ പരിഗണന നൽകേണ്ടതെന്നും ദേശീയ വൈസ് പ്രസിഡന്റ്. വംശീയ രാഷ്ട്രീയം പലതരത്തിൽ മുറിവേൽപ്പിച്ച ദലിത്, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും സവിശേഷമായി അഭിമുഖീകരിക്കാനും നീതി ഉറപ്പാക്കാനും പുതിയ ഭരണകൂടത്തിന് കഴിയണമെന്നും ഹമീദ് വാണിയമ്പലം. യാത്രക്കാരെ വലപ്പിച്ച് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഗൂഡ്സ് ട്രെയിൻ പിടിച്ചിടുമ്പോൾ പാസഞ്ചർ ട്രെയിനുകൾക്ക് ട്രാക്ക് മാറ്റുന്നത് ഇവിടെ ആവർത്തനം. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ മീറ്ററുകളോളം നടക്കുന്നതും ഉയരം കൂടിയ പ്ലാറ്റ്ഫോമിലെത്താൻ പ്രായമായവർക്കും കുട്ടികൾക്കും ഏറെ ദുഷ്കരം. ഓവർ ബ്രിഡ്ജില്ലാത്ത ഈ സ്റ്റേഷനിൽ യാത്രക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നും യാത്രക്കാർ. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കഴിഞ്ഞ ദിവസം ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മുള്ളൂർക്കര വാടവരമ്പത്ത് പ്രദേശത്ത് താമസിക്കുന്ന 54 വയസ്സുള്ള സക്കീറാണ് മരണപ്പെട്ടത്. തേനൂരിൽ ഓട്ടോക്കാർ 3 കാറുകൾ ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെൽഫെയർ പാർട്ടി സ്വീകരിച്ച നിലപാടിനുള്ള അംഗീകാരമാണെന്ന് ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. CPM തകർത്ത കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായിരിക്കണം UDF സർക്കാർ മുഖ്യ പരിഗണന നൽകേണ്ടതെന്നും ഹമീദ് വാണിയമ്പലം പറഞ്ഞു. വംശീയ രാഷ്ട്രീയം പലതരത്തിൽ മുറിവേൽപ്പിച്ച ദളിത്, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും സവിശേഷമായി അഭിമുഖീകരിക്കാനും നീതി ഉറപ്പാക്കാനും പുതിയ ഭരണകൂടത്തിന് കഴിയണമെന്നും പത്തിരിപ്പാലയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. അധികാര തുടർച്ചയ്ക്ക് വേണ്ടി CPMൻ്റെ നേതൃത്വത്തിൽ BJP പിന്തുണയോടെ നടത്തിയ സാമുദായിക ധ്രുവീകരണ പ്രചാരണം അത്രയ്ക്കും ഭീകരമായിരുന്നു. 2019 ലോക്സഭാ പരാജയത്തെ തുടർന്ന് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും CPM നടത്തിയ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ കേരളം തള്ളിക്കളഞ്ഞിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ നിലപാടിനെ കേരളം നൽകുന്ന അംഗീകാരം കൂടിയാണ് UDFൻ്റെ വിജയം. CPM തകർത്ത കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായിരിക്കണം UDF സർക്കാർ മുഖ്യ പരിഗണന നൽകേണ്ടത്. വംശീയ രാഷ്ട്രീയം പലതരത്തിൽ മുറിവേൽപ്പിച്ച ദളിത്, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും സവിശേഷമായി അഭിമുഖീകരിക്കാനും നീതി ഉറപ്പാക്കാനും പുതിയ ഭരണകൂടത്തിന് കഴിയണം. കോർപ്പറേറ്റോക്രസിയിൽ നിന്നും കേരളത്തെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു നടത്താനും പൗരരാഷ്ട്രീയം ഉയർത്തുന്ന ചോദ്യങ്ങളെ കേൾക്കാനും പരിഹരിക്കാനും കഴിയണമെന്നും ഹമീദ് വാണിയമ്പലം പറഞ്ഞു. കേരളത്തിന്റെ പൊതുബോധം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് സ്വീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം അനീതി, സാമൂഹ്യ നീതി നിഷേധിക്കുന്ന പദ്ധതികൾ കേരളത്തിന്റെ പൊതുബോധം അംഗീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം ഇസ്ലാമോഫോബിയയെ ഒരിക്കലും തന്നെ അംഗീകരിക്കില്ല. കേരളത്തിന്റെ പൊതുബോധം സവർണ മേധാവിത്വത്തെയും ജാതി വിവേചനത്തെയും ഒരിക്കലും അംഗീകരിക്കില്ല. വംശീയതയെ അംഗീകരിക്കില്ല. ആ കേരളത്തിന്റെ പൊതുബോധത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതികരണങ്ങളായിരുന്നു കേരളത്തിലെ 2 സിനിമകൾ. ദ കേരള സ്റ്റോറി എന്ന സിനിമയും അതേപോലെ തന്നെ എമ്പുരാൻ എന്ന സിനിമയും. എങ്ങനെയാണ് കേരളം ഈ 2 സിനിമകളോട് പ്രതികരിച്ചത്? ദ കേരള സ്റ്റോറി, അതിൻ്റെ ഉള്ളടക്കം എന്താ? അത് RSS പ്രോജക്റ്റ് ആയിരുന്നു. സൗഹൃദത്തിൽ കഴിയുന്ന കേരളത്തിന്റെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, മുസ്ലിങ്ങളും പിന്നാക്ക വിഭാഗങ്ങളും, മുസ്ലിങ്ങളും ഇതര എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷം തങ്ങളുടെ മുസ്ലിങ്ങളും അല്ലാത്തവരുമെന്ന വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്ന വിഭജനത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ തടഞ്ഞു നിർത്തുന്ന സൗഹൃദത്തിന്റെ ഒരു സാമൂഹ്യ ഘടനയാണ് കേരളത്തിൻ്റെത്. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KC നാസർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ സജിദ് ഖാലിദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് M സുലൈമാൻ, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ അമ്പലപ്പാറ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി M ദിൽഷാദ് അലി സ്വാഗതവും ജില്ലാ ട്രഷറർ ഹബീബ മുസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. യാത്രക്കാരെ വലപ്പിച്ച് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഗൂഡ്സ് ട്രെയിൻ നിർത്തിയിടുമ്പോൾ ട്രാക്ക് മാറ്റുന്നത് ഇവിടെ ആവർത്തിക്കുകയാണെന്നാണ് പരാതി. 1-ാം നമ്പർ ട്രാക്കിൽ ഗൂഡ്സ് ട്രെയിൻ നിർത്തിയിട്ടാൽ 2-ാമത്തെ പ്ലാറ്റ്ഫോമിലെത്താൻ ഏറെ ദൂരം നടക്കണം. ഓവർ ബ്രിഡ്ജ് ഇല്ലാത്ത ഒരു ഉത്തരവാദിത്വമില്ലാതെയാണ് റെയിൽവേയുടെ നടപടി. കുട്ടികളും മുതിർന്നവരും ഈ ദുരന്തത്തിന് ഇടയാകുന്നത് പല തവണകളായാണ്. യാത്രക്കാരുള്ള ക്രൂരത റെയിൽവേ അവസാനിപ്പിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. പാസഞ്ചറാണ്. ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോകാനായിട്ട് മെമ്മു കാത്ത് നിൽക്കുക വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ ഞങ്ങൾ കടന്നതിന് ശേഷം ഒരു ഗുഡ്സ് ട്രെയിൻ വന്നു നിന്നിട്ട്
രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരികയും ചെയ്തത്. ട്രെയിനാന്ന് പറഞ്ഞു. ആൾക്കാർക്ക് അങ്ങോട്ടും കിടക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല. സ്റ്റേഷൻ്റെ നടുവിലാണ് കൊണ്ടുപോയി നിർത്തി വെച്ചേക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് പലർക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് പലരും കടന്നു വരുന്നത്. അതും ഡേഞ്ചറായിട്ടാണ് വരുന്നത്. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കഴിഞ്ഞ ദിവസം ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കഴിഞ്ഞ ദിവസം ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മുള്ളൂർക്കര വാടവരമ്പത്ത് പ്രദേശത്ത് താമസിക്കുന്ന 54 വയസ്സുള്ള സക്കീറാണ് മരിച്ചത്. തേനൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോ കാർ 3 കാറുകളിൽ ഇടിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. തേനൂർ ഓട്ട് കമ്പനി പരിസരത്ത് വച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ അപകടത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് പറളി ചെക്ക് പോസ്റ്റിനടുത്ത് ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ച യാത്രക്കാർക്ക് പരിക്ക് പറ്റിയിരുന്നു. പാലക്കാടിൻ്റെ പുതിയ ജില്ലാ കളക്ടർ കെ സുധീർ. കേരള കേഡൽ IAS ഉദ്യോഗസ്ഥനായ കെ സുധീർ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടറാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ BTech ബിരുദം നേടിയിട്ടുണ്ട്. 2017 കേരള കേഡർ IAS ബാച്ചിൽ ഉൾപ്പെടുന്ന ഇദ്ദേഹം സംസ്ഥാന ഭരണരംഗത്ത് വിവിധ തലങ്ങളിൽ കാര്യക്ഷമമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്. വ്യവസായ നഗരം പദ്ധതി കാത്തിരിക്കുന്ന പാലക്കാട് ജില്ലയിൽ വ്യാവസായിക മേഖലയിലെ സാങ്കേതിക വിദഗ്ധൻ കലക്ടറായി ചുമതലയേൽക്കുന്നത് വലിയ പ്രതീക്ഷകളാണ് ഉയർത്തുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്ത ഇദ്ദേഹം വ്യവസായ വകുപ്പിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി സർക്കാർ സേവനം ആരംഭിച്ചു. വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോഴാണ് IAS ലഭിക്കുന്നത്. തുടർന്ന് എൻട്രൻസ് കമ്മീഷണർ, സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ, ഹാൻഡ്ലൂം ഡയറക്ടർ എന്നീ ചുമതലകളും വഹിച്ചു. 2023 മുതൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലാണ് പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ വ്യവസായ വകുപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടറായി തിങ്കളാഴ്ച ഇദ്ദേഹം ചുമതലയേൽക്കും. ഭാര്യ ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി സൂപ്രണ്ടായ ബിന്ദുവാണ്. മക്കൾ മീനാക്ഷി, മേഘ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെയും SNDP കല്ലൂർ ശാഖയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കല്ലൂർ LP സ്കൂൾ, AUPS മാങ്കുറിശി, NUPS കേളശ്ശേരി എന്നീ 3 വിദ്യാലയങ്ങളിലേക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. SNDP താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിഷുവായി ബന്ധപ്പെട്ടിട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു പ്രോജക്റ്റ് എല്ലാ ശാഖകളിലേക്കും നമ്മൾ നിർദ്ദേശിച്ച് അതിനുള്ള ധനം സമാഹരണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള റെസീറ്റ് ബുക്കോട് കൂടിയിട്ട് ശാഖകളിലെ പ്രവർത്തനം നല്ല രീതി ഏകോപിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കല്ലൂർ ശാഖയിലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ഒരല്പം വളരെ നല്ല രീതിയിൽ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ ശാഖയ്ക്ക് ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ മഹിമ മോഹൻജിയുടെ സഹായത്തോടു കൂടി ഒരു ഫ്രീസർ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ള ശാഖകൾക്കുള്ള. തുടർന്ന് പഠനോപകരണങ്ങൾ വിതരണം നടത്തി. ശാഖ പ്രസിഡന്റ് ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം R ശാലിനി, യോഗം ഡയറക്ടർ TC സുരേഷ് ബാബു, യൂണിയൻ കൗൺസിലർ TB പ്രശാന്ത്, ലീല ബാലകൃഷ്ണൻ, ഷംസുദ്ദീൻ മാങ്കുറിശി, MK സുരേഷ്, KK റഹ്മാൻ, അധ്യാപകരായ A മനീഷ, A ആനന്ദ്, KB പ്രത്യൂഷ് എന്നിവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി AV രവി സ്വാഗതവും ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇറാൻ ഗ്രൂപ്പ് ഫലവൃക്ഷ തൈകളും നട്ടു. CPI മണ്ണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്രിപ്പാല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സമ്പൂർണ്ണ A+ നേടിയ 14 വിദ്യാർത്ഥികളെ ആദരിച്ചു. അനുമോദന സദസ്സ് CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം ഉപഹാരങ്ങളും പഠനോപകരണങ്ങളും കൂടെ വിതരണം ചെയ്തു. അനുമോദന സദസ്സ് CPI ലോക്കൽ സെക്രട്ടറി N തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള ഒരു 5-6 വർഷക്കാലം എന്ന് പറയുന്ന നിങ്ങളുടെ ഭാവി ജീവിതത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പഠനമാണ് നടക്കുക. പലതും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് കടക്കും. പലരും വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകും. പലരും അതിലും മുതിർന്ന IAS IPS എല്ലാം തന്നെ പോകേണ്ട വിദ്യാർത്ഥികൾ, കഴിവുള്ളവർ വരെ നമ്മുടെ ഇടയിലൊക്കെയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് അട്ടപ്പാടിയിൽ നിന്നുള്ള ഒരു കലക്ടറെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടുവല്ലോ. ഒരു അട്ടപ്പാടി ആദിവാസി ഊരിൽ നിന്നും
സ്കൂളുകളിലേക്ക് പോകാൻ സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യം പോലും നിഷിദ്ധമാണ് അവിടെയല്ല. ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയപ്പോൾ കണ്ടത്. ഞാനിന്നും പകൽ പോലും ഇറങ്ങി നടക്കാൻ, കാട്ടാനകളെ പിടിച്ച് നടക്കാൻ പറ്റാത്ത ചുറ്റുപാടുള്ള അത്തരം അന്തരീക്ഷത്തിൽ നിന്നും ഒരു കലക്ടർ ഇറങ്ങി വരിക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പിഞ്ചു, ഷൗക്കത്ത് അലി, പി ബാബു, വാസുദേവൻ, KV ദാസൻ, രാമകൃഷ്ണൻ, സുരേഷ്, സുനീർ, രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭയിൽ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭാ കുട്ടികൾക്കായി നടത്തിയ പരിശീലന ക്യാമ്പ് വേറിട്ട അനുഭവമായി. പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും വിവിധ ഗെയിംസുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അറിവ് നേടാനായെന്ന് കുട്ടികൾ പറഞ്ഞു. 3 ദിവസത്തെ ക്യാമ്പ് ഞായറാഴ്ച സമാപിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനത്തിനു പുറമെ സാമൂഹ്യ ബോധവൽക്കരണത്തിനും കൂടി വേണ്ടിയാണ് ഫെസ്റ്റ് ഇവ എന്ന പേരിൽ CDSന്റെ ആഭിമുഖ്യത്തിൽ ബാലവേദി കുട്ടികൾക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3 ദിവസത്തെ ക്യാമ്പ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. മണ്ണ്, മഴ, അങ്ങനെ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും വിവിധ ഗെയിമുകൾ മനസ്സിലാക്കാനും കഴിഞ്ഞതായി ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ പറഞ്ഞു. അപ്പോൾ 3 ദിവസത്തെ ക്യാമ്പ് വെള്ളാവതിൽ ഒരു അടിപൊളി ക്യാമ്പായിരുന്നു. അപ്പോൾ പ്രകൃതിയെ പറ്റിയിട്ട് പഠിച്ചു, മണ്ണ്, മഴ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇപ്പോഴത്തെ ടീച്ചേഴ്സ് ഞങ്ങൾ നല്ല ഫ്രണ്ട്ലിയോടെ കൂടി പഠിപ്പിച്ചു. പിന്നെ സൂംബ ഡാൻസ് കളിച്ചു, കുറേ ഗെയിംസ് കളിച്ചു, ബലൂൺ വെച്ച് ഗെയിംസ് കളിച്ചു. അടിപൊളി ക്യാമ്പായിരുന്നു. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള അറിവ് ലഭിക്കാനായെന്നും 3 ദിവസത്തെ ക്യാമ്പിൽ നിന്നും കുറേ കുട്ടികളെ പരിചയപ്പെടാൻ കഴിഞ്ഞെന്നും മറ്റു ചില കുട്ടികളും അഭിപ്രായം പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വെക്കേഷനായിട്ട് നല്ല ബോറടിച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കുറേ കാലത്തേക്കുള്ള ബോറടിയൊക്കെ മാറി കിട്ടി. കാരണം ഒരു എൻജോയ്മെൻ്റ് ഇല്ലാത്ത ലൈഫായിരുന്നു. ഇപ്പോൾ നല്ലതായിട്ട് നമ്മൾ 3 ദിവസത്തിനുള്ളിൽ കുറേ കൂട്ടുകാരെ കിട്ടി, കുറേ പേരെ കിട്ടി. അങ്ങനെ നമ്മൾ എൻജോയ് ഭയങ്കരമായിട്ട് ചെയ്തു. നമുക്ക് ഇതിലൂടെ തന്നെ ഫ്രണ്ട്സ്, അതായത് എങ്ങനെ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കണം, പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും, ആൾക്കാരിനെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ആയിട്ട് അവർ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. 3 ദിവസം നീണ്ടുനിന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിച്ചു. സമാപന ദിവസം വിവിധ ഗെയിമുകൾക്ക് പുറമെ സൂംബ ഡാൻസും ഉണ്ടായി. ക്യാമ്പിൽ 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺമാരായ ബേബി ഗിരിജ, ഭാനുമതി എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പഠനാകുറിശി ആരബയിൽ സംഘടിപ്പിച്ച കളിക്കുട്ടം 2026 അവധിക്കാല ക്യാമ്പ് സമാപനത്തിലേക്ക്. പാട്ടും കളിയും ബോധവൽക്കരണ പരിപാടികളും ഫെസ്റ്റുമൊക്കെയായി കുട്ടികൾക്ക് ക്യാമ്പ് വ്യത്യസ്ത അനുഭവമായി. 50ഓളം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ശാസ്ത്ര കൗതുകത്തിൽ ഉൾപ്പെടുത്തിയുള്ള ലഘു പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ നടന്നു. കൂടാതെ കുട്ടികൾ അവതരിപ്പിച്ച പാട്ടും ഡാൻസുമൊക്കെ ക്യാമ്പിന് കൂടുതൽ ആവേശം പകർന്നു. വായനാക്കളരി, ക്വിസ് മത്സരം, സൂംബ ഡാൻസ്, നാടൻപാട്ട്, നൃത്താവിഷ്കാരം, കാവ്യാലാപനം എന്നിവയുമുണ്ടായി. വേനൽക്കാലത്തെ പഠന ക്യാമ്പ് വായനാക്കളരിയിൽ 50ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയുടെയും വാണിയംകുളം PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരുത്തിപ്പുറയിലുള്ള ഷൊർണൂർ പ്രീ മെട്രിക് ഹോസ്റ്റലായിരുന്നു ക്യാമ്പ്. ഷൊർണൂർ നഗരസഭയുടെയും വാണിയംകുളം PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരുത്തിപ്പുറയിലുള്ള ഗവൺമെൻറ് പ്രീ മെട്രിക് ഹോസ്റ്റലിലായിരുന്നു ക്യാമ്പ്. ഡോക്ടർമാരായ ജഗന്യ, അഞ്ജന, നെവിൽ, ഷിനോസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഡെന്റൽ, ഓർത്തോപീഡിക്, പൾമോണോളജി, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലായിരുന്നു പരിശോധന നടന്നത്. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ക്യാമ്പ് സന്ദർശിച്ചു. നഗരസഭയുടെയും PK ദാസിൻ്റെയും VK ദാസ് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്.
4 വിഭാഗങ്ങളിലായിട്ടുള്ള ചെക്കപ്പാണ് ഇവിടെ നടക്കുന്നത്. ഡോക്ടർമാരെല്ലാവരും PK ദാസിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം 30-ൽ പരം രോഗികളിവിടെ പരിശോധന കഴിഞ്ഞ് മടങ്ങിയിട്ടുണ്ട്. കൂടുതൽ രോഗികൾ വരുന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പിന്നെ തൊട്ടടുത്ത് തന്നെ നെടുമോട്ടർ ഹോസ്പിറ്റൽ, NHMൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുള്ള കാരണം ആളുകൾക്ക് അവിടെ സൗകര്യപ്രദമാണ് എന്നുള്ളതിനാൽ കുറച്ച് ആളുകളുടെ കുറവുണ്ട്. എന്നാലും 1 മണി വരെ ക്യാമ്പുണ്ട്. വൈസ് ചെയർമാൻ VK അനുരാജ്, കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖ്, രജിത തുടങ്ങിയവരുമുണ്ടായിരുന്നു. ക്യാമ്പിൽ 100ഓളം പേർ പരിശോധന നടത്തി. ഉടൻ അടുത്ത് തന്നെ ഷൊർണൂർ നഗരസഭയിൽ വെച്ച് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കുമായി മറ്റൊരു ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തട്ടാൻ സർവീസ് സൊസൈറ്റി വാടാനക്കുറിശി യൂണിറ്റ് 20ാം വാർഷികവും കുടുംബസംഗമവും ഞായറാഴ്ച നടന്നു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ആദരിക്കൽ, അനുമോദിക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. തട്ടാൻ സർവീസ് സൊസൈറ്റി വാടാനക്കുറിശി യൂണിറ്റിന്റെ 20ാം വാർഷികവും കുടുംബസംഗമവുമാണ് ഞായറാഴ്ച വാടാനക്കുറിശി ശ്രീദേവി ഹാളിൽ സംഘടിപ്പിച്ചത്. രാവിലെ പതാക ഉയർത്തൽ, ഭദ്രദീപം തെളിയിക്കൽ എന്നിവയോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി. വാർഷികാഘോഷവും കുടുംബസംഗമവും മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണ ലോകം വെറും ഒരു ലോകമെന്ന് പറഞ്ഞിട്ടില്ല, നല്ല മനോഹരമായ ആഭരണങ്ങൾ പരമ്പരാഗതമായി അറിവ് പകർന്ന് തലമുറകളായി പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങളിലാണ് സ്വർണ്ണമൊക്കെ ധരിക്കുക. ആ നല്ല മുഹൂർത്തങ്ങൾക്കൊക്കെ അതിൻ്റെ പങ്കാളികളായിട്ടുള്ളൊരു സമൂഹമാണ്. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലയിലും പരമ്പരാഗതമായ മേഖലകളിൽ വലിയ വെല്ലുവിളികൾ വരികയും. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി VB ഗിരീഷ് റിപ്പോർട്ട് അവതരണവും അനുസ്മരണവും നടത്തി. യൂണിറ്റ് ട്രഷറർ സുനിൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ ഭാരവാഹികൾ, യൂണിറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്നവരെ ആദരിച്ചു. കൂടാതെ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. LKG മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലിപ്പാടം ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 21ാം വാർഷികം ആഘോഷിച്ചു. 17ാം വാർഡ് കൗൺസിലർ K ഗീത ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കല്ലിപ്പാടം ഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 21ാം വാർഷികമാണ് വിപുലമായി ആഘോഷിച്ചത്. ക്ലബ് പരിസരത്ത് ശനിയാഴ്ച വൈകിട്ടായിരുന്നു ആഘോഷ പരിപാടികൾ. വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 17ാം വാർഡ് കൗൺസിലർ EA ഗീത നിർവഹിച്ചു. ക്ലബ് എന്നത് ഒരു വിനോദവേദി മാത്രമല്ല, അത് സൗഹൃദം വളർത്തുന്ന ഇടവും യുവ പ്രതിഭകളെ കണ്ടെത്തുന്ന വേദിയും സമൂഹത്തിന് സേവനം ചെയ്യാൻ കഴിയുന്ന ശക്തമായ ഒരു കൂട്ടായ്മയുമാണ്. യുവാക്കൾ അവരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിനും സൗഹൃദം വളർത്തുന്നതിനും സമൂഹത്തിലെ നല്ല മാതൃകകൾ സൃഷ്ടിക്കുന്നതിനും ഈ ക്ലബ്ബ് ഇടവരുത്തട്ടെ. ചടങ്ങിൽ KSEB റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. 8ാം വാർഡ് കൗൺസിലർ A ഗോപകുമാർ, 17ാം വാർഡിലെ CDS കമ്മിറ്റി മെമ്പർ MK ജിഷ, വരുൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനം, മറ്റു കലാപരിപാടികളും അരങ്ങേറി. அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போர் ஆதிசக்தி அன்னை தந்தபான் அசுர தந்தை அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போர் ஆதிசக்தி. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. നിരവധി പേർ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വെൽഫെയർ പാർട്ടി സ്വീകരിച്ച നിലപാടിനുള്ള അംഗീകാരമാണെന്ന് സംഘടനാ ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. CPM തകർത്ത കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായിരിക്കണം UDF സർക്കാർ മുഖ്യ പരിഗണന നൽകേണ്ടതെന്നും ദേശീയ വൈസ് പ്രസിഡന്റ്. വംശീയ രാഷ്ട്രീയം പലതരത്തിൽ മുറിവേൽപ്പിച്ച ദലിത്, ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും
സവിശേഷമായി അഭിമുഖീകരിക്കാനും നീതി ഉറപ്പാക്കാനും പുതിയ ഭരണകൂടത്തിന് കഴിയണമെന്നും ഹമീദ് വാണിയമ്പലം. യാത്രക്കാരെ വലപ്പിച്ച് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഗൂഡ്സ് ട്രെയിൻ പിടിച്ചിടുമ്പോൾ പാസഞ്ചർ ട്രെയിനുകൾക്ക് ട്രാക്ക് മാറ്റുന്നത് ഇവിടെ ആവർത്തനം. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ മീറ്ററുകളോളം നടക്കുന്നതും ഉയരം കൂടിയ പ്ലാറ്റ്ഫോമിലെത്താൻ പ്രായമായവർക്കും കുട്ടികൾക്കും ഏറെ ദുഷ്കരം. ഓവർ ബ്രിഡ്ജില്ലാത്ത ഈ സ്റ്റേഷനിൽ യാത്രക്കാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നും യാത്രക്കാർ. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കഴിഞ്ഞ ദിവസം ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മുള്ളൂർക്കര വാടവരമ്പത്ത് പ്രദേശത്ത് താമസിക്കുന്ന 54 വയസ്സുള്ള സക്കീറാണ് മരണപ്പെട്ടത്. തേനൂരിൽ ഓട്ടോക്കാർ 3 കാറുകൾ ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഇതോടുകൂടി ഈ വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.